ഇവിടെയുള്ള പെൺകുട്ടികൾ, ഈ പെൺകുട്ടികൾക്ക് ചിലപ്പോൾ ജോലി ഉണ്ടാവില്ല. പണ്ട് ഡിഗ്രിയിൽ വെച്ചിട്ട് പഠനം നിർത്തിയിട്ട് നേരെ കയറിയിട്ടുണ്ടാവും എങ്ങോട്ട്? വിവാഹത്തിലേക്ക്. അങ്ങനെ കുറെ പെൺകുട്ടികൾ നമ്മുടെ കുടുംബത്തിലുണ്ടാവും. അവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു പണി പറയാം. ഇനിയുള്ള കാലത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ ശ്രദ്ധിക്കുക. ഓഫീസുകളെല്ലാം ക്ലോസ് ചെയ്യാൻ പോവാണ്. ഓഫീസ് എന്ന് പറഞ്ഞിട്ട് അവനവൻ്റെ വീട്ടിൽ തന്നെ ഇരുന്നിട്ടുള്ള പണികളാണ്. അതുകൊണ്ട് മാസ് ലെവലിലുള്ള ഓഫീസൊക്കെ ക്ലോസ് ചെയ്യാൻ പോവാണ്. എത്രയോ ആളുകളെ ഇപ്പം നിങ്ങൾ ഇന്നാൾ കണ്ടില്ലേ, നമ്മുടെ ഫേസ്ബുക്കിൽ നിന്ന് 5000-ഓളം ആളുകളെ പിരിച്ചുവിട്ടില്ലേ? കാരണം ഡയറക്റ്റ് ആയിട്ടുള്ള സ്റ്റാഫുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ടാസ്ക് ഓറിയന്റഡ് സ്റ്റാഫുകളെ തിരഞ്ഞെടുക്കാൻ, എന്നിട്ട് അവർക്ക് വേണ്ട എന്ത് വർക്കാണോ ആ വർക്ക് വീട്ടിലേക്ക് കൊടുത്ത് വീട്ടിൽ വെച്ചിട്ട് അത് ചെയ്യുന്ന. അപ്പം എന്താ, ഈ ഓഫീസിന് പൈസ ഇല്ല, ഇരിക്കുന്ന സ്ഥലത്തിന് പൈസ കൊടുക്കണ്ട, ഇതൊന്നും വേണ്ട. ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്കണം. ഓഫീസ്. അപ്പം ഇവിടുത്തെ പെൺകുട്ടികൾ, ഞാൻ ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് പറയാം, നിങ്ങൾ സാമ്പത്തികപരമായി കുറെ സഹായിക്കേണ്ടി വരില്ല. ഞാൻ പറഞ്ഞത് ശരിക്കും ശ്രദ്ധിച്ച് കേട്ടാൽ. കാരണം ഈ ലോകത്തിൽ കാക്കത്തൊള്ളായിരല്ല, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് എന്തുണ്ട്, ബിസിനസ് ഉണ്ട് ഈ ലോകത്തിൽ. അത് മെഡിക്കൽ ഫീൽഡിലുണ്ട്, സോഷ്യൽ ഫീൽഡിലുണ്ട്, ബിസിനസ് രംഗത്തുണ്ട്, ട്രേഡിങ്ങിലുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സിലുണ്ട്, എക്കണോമിക്സിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അതിലേക്ക് ആളുകൾ വേണം. വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ആളുകൾ വേണമെന്ന് പറയുമ്പോൾ നിങ്ങളൊരിക്കലും ഓഫീസിലും പോകണ്ട, അവരുടെ ഗെറ്റ് ടുഗദറിനും പോകണ്ട. നിങ്ങൾ വർക്ക് ചെയ്ത് കൊടുത്താൽ മതി, സാലറി വീട്ടിലെത്തും, നിങ്ങളുടെ അക്കൗണ്ടിലെത്തും. നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട്, എൻ്റെ കോന്നല്ലൂര്, എൻ്റെ നാട്ടിൽ ഒരു പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തിൻ്റെ മകന്, അവൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് വീട്ടിൽ അമേരിക്കൻ കമ്പനിയുടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അമേരിക്കയിൽ ജോലി കിട്ടാൻ അമേരിക്കയിൽ തന്നെ പോണ്ട, നിങ്ങൾക്ക് ബ്രിട്ടനിൽ ജോലി കിട്ടാൻ ബ്രിട്ടനിൽ തന്നെ പോണ്ട. പക്ഷെ അവരുടെ ട്രെയിനിങ് ഉണ്ട്, ആ ട്രെയിനിങ് ഓൺലൈനിലുണ്ട്. ആ ഓൺലൈനിൽ പങ്കെടുത്തിട്ട് ആ ട്രെയിനിങ്ങിൻ്റെ പെഡഗോഗി നിങ്ങൾ മനസ്സിലാക്കണം, കുറച്ചൊക്കെ ഒന്ന് മെനക്കെടണം. എന്നിട്ട് ആ ജോലിയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാം. എൻ്റെ മൊബൈലിൽ അങ്ങനെ കുറേ കുട്ടികളുണ്ട്. ഞാനതിൻ്റെ ഏജൻറ്റോ കാര്യങ്ങളോ, എനിക്കതിൻ്റെ കോഴ്സൊന്നുമില്ല. പക്ഷെ ഞാൻ അറിയുന്ന കുട്ടികളുണ്ട്, മാസത്തിൽ 50,000 വാങ്ങിക്കുന്നവർ ആ കൂട്ടത്തിലുണ്ട്. പെൺകുട്ടികൾ. ആ കുട്ടി സത്യത്തിൽ ഒരു ഡൈവോഴ്സായി നിൽക്കുന്ന കുട്ടിയാണ്. എന്നിട്ട് പോലും മാസത്തിൽ അത് എന്നെ വിളിച്ച് ചോദിച്ചത്, സാറേ ഒരു 5000 രൂപയുടെ ജോലി കിട്ടുമോ എൻ്റെ 2 കുട്ടികളെ നോക്കാൻ എന്നാണ് എന്നെ ഒരിക്കലും വിളിച്ച് ചോദിച്ചത്. ഒരു കൗൺസിലിങ്ങിൻ്റെ പാട്ടായി. ഞാൻ ചോദിച്ചു, മോൾക്ക് എന്തറിയാം? ആ സമയത്ത് എന്നെ കുറച്ച് കമ്പ്യൂട്ടറിൻ്റെ അറിയാം. അങ്ങനെ ട്രെയിനിങ് കഴിയുന്നു. ആ കുട്ടി 2 കുട്ടികളെ മാന്യമായി നോക്കുന്നു. ഭർത്താവ് ഉപേക്ഷിച്ചതാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 50,000 രൂപയുടെ ആ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റേഷൻ ചെയ്തിട്ടുള്ളത് 5 വർഷത്തേക്കാണ്. 5 വർഷം കഴിഞ്ഞാൽ അതിലേറെ ഇൻക്രിമെന്റ് ഉണ്ടാകും. എന്തുകൊണ്ട് നമ്മളത് ശ്രമിക്കുന്നില്ല? അപ്പൊ കരിയർ ഡെസ്ക് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷന് വേണ്ടി മാത്രമുള്ളതല്ല. നിങ്ങളുടെ കുടുംബത്തിലെ കുട്ടികൾക്ക് ജോലി വാങ്ങിച്ചു, അതിന് നമ്മളൊന്ന് മെനക്കെട്ട് പോകണം. അതിന് നാളെ തന്നെ സുലൈമാമയെ പത്തൂരിനെ വിളിച്ചാണ്ട് എവിടെ സാറാ കമ്പനി എന്ന് ചോദിക്കണ്ട. നിങ്ങൾ തന്നെ സെർച്ച് ചെയ്താൽ ഈ കമ്പനികൾ 1000-കണക്കിന് കമ്പനികളുണ്ട്. ബാംഗ്ലൂർ കമ്പനിയിൽ, ബോംബെ കമ്പനിയിൽ, ഗുജറാത്ത് കമ്പനിയിൽ, ഇനി അത് വിട്ടിട്ട് മലേഷ്യൻ കമ്പനിയിൽ, ഇന്തോനേഷ്യൻ കമ്പനിയിൽ, അതിൻ്റെ അപ്പുറത്തേക്ക് സ്കിൽ ഉണ്ടെങ്കിൽ യൂറോപ്യൻ കമ്പനിയിൽ, കുറച്ചും കൂടി സ്കിൽ ഉണ്ടെങ്കിൽ അമേരിക്കൻ കമ്പനിയിൽ. ഇങ്ങനെയുള്ള കമ്പനികൾ നിങ്ങൾക്ക് ജോലി വീട്ടിൽ ഇരുന്നിട്ട് ചെയ്യാം. നിങ്ങളെ കമ്പനിയെയും കാണണ്ട, ആരെയും കാണണ്ട. അപ്പം എന്താ പണി നോക്കും? ഒന്ന്, മെഡിക്കൽ കോഡ് എന്നതിൻ്റെ അപ്പുറത്തേക്ക് കിടക്കണ്ട. ആ മെഡിക്കലിൻ്റെ സാധനങ്ങൾ ഇങ്ങനെ എൻട്രി ചെയ്യുന്ന ജോബാണ്. ആകെ 3 മണിക്കൂർ പെർ ഡേ, ഒരു ദിവസത്തിൽ 3 മണിക്കൂർ. നിങ്ങളിപ്പോൾ ഈ പറയുന്ന അടുക്കളയിലെ ജോലിക്ക് കഴിഞ്ഞിട്ട് ഒരു 3 മണിക്കൂർ നിങ്ങൾക്ക് ഒഴിവായിരുന്നു കൂടെ, തന്നെയല്ല റിലാക്സേഷൻ ഉണ്ടാകൂലേ? ഇങ്ങനെ നമ്മുടെ കുടുംബത്തെ സാമ്പത്തികപരമായ പുരോഗതിയിലേക്ക് കൊണ്ടുപോകാനും നമുക്ക് പറ്റണം. ബിസിനസ്സുകാരായ ആളുകൾ നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകും. ബിസിനസ്സുകാർക്ക് ലേറ്റസ്റ്റ് ബിസിനസ്സിനെ കുറിച്ചിട്ടുള്ള ട്രെയിനിങ്ങുകൾ നടക്കണം, ലേറ്റസ്റ്റ് ടെക്നോളജിയെ കുറിച്ചിട്ട് പഠിക്കണം. അങ്ങനെ ഓരോന്ന്. ഉദാഹരണത്തിന് ഞാനിങ്ങനെ മനസ്സിലാക്കിയത്, ഞാൻ ഒരിക്കലും ഒരു രാജ്യത്ത് പോയപ്പോൾ ആ രാജ്യം പറഞ്ഞില്ലേ, കാരണം അത് ബിസിനസ് പർപ്പസ് ആയതുകൊണ്ട്, ആ രാജ്യത്ത് പോയപ്പോൾ അവിടെ എന്തുണ്ട്? ഒരു പേനയുണ്ട്. ആ പേന എന്ന് പറഞ്ഞത് ഇതുവരെ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടില്ല, എൻ്റെ അറിവിൽ ഇറങ്ങിയിട്ടില്ല. ആ പേനൻ്റെ പ്രത്യേകത ഒരു വൈബ്രേഷൻ ഉള്ളൊരു പേനയാണ്. ഏത് കുട്ടി അതായിട്ട് എഴുതിയാലും അക്ഷരങ്ങൾ വളരെ വടിവത്തതാവും. ഇനി സ്പെല്ലിങ് അല്ലെങ്കിൽ അതിൻ്റെ അക്ഷരങ്ങൾ ശരിയാക്കാനുള്ള നമ്മൾ ഇതുണ്ടല്ലോ, അതിൻ്റെ ആവശ്യമില്ല ഇനി. കാരണം കുട്ടി എങ്ങോട്ട് വളച്ചാലും, നമ്മളിപ്പോഴത്തെ കാറുണ്ടല്ലോ, കാറുകളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ട്രാക്ക് തെറ്റിയാൽ ഇങ്ങോട്ട് തന്നെ വരൂലേ? ഇതേപോലെ കുട്ടിയുടെ അക്ഷരം അങ്ങോട്ട് പോയാൽ അത് ഇങ്ങോട്ട് തന്നെ വരുന്ന പേനകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ പേനയുടെ ഡിസ്ട്രിബ്യൂഷൻ എന്തുകൊണ്ട് കേരളത്തിൽ ഇങ്ങക്കെടുത്തുകൂടെ പീച്ചംപുട്ടുകാർക്ക്? ആലോചിച്ചിട്ടുണ്ടോ? ഇങ്ങനെ കേരളത്തിലും ലോകത്തിലും ഇന്ത്യയിലൊന്നും ഇല്ലാത്ത കുറേ സാധനങ്ങളുണ്ട്. അങ്ങനത്തെ ബിസിനസ് വേൾഡിലേക്ക് നമ്മൾ കയറണം. ഇങ്ങനെ അതിനെ പറ്റിയ ആൾക്കാർ അതിലേക്ക് എത്തണം. ഇവിടുത്തെ സ്ത്രീകൾ, എൻ്റെ പ്രിയപ്പെട്ട കുടുംബിനികൾ, അവരെന്താക്കണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടേതായ രീതിയിലുള്ള പദ്ധതികൾ നിങ്ങൾ തയ്യാറാക്കണം. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കൂടണം നല്ല രീതിയിൽ. ഇപ്പം തറാവീഹ് ഉദാഹരണത്തിന് നോമ്പ് വരുമ്പോൾ കുടുംബത്തിന് എവിടെയൊക്കെ കൂടാൻ പറ്റും അവിടെ നിങ്ങൾ കൂടണം. നിങ്ങൾ എന്താ ചെയ്യൽ? ഒറ്റയടിക്ക് ഇങ്ങനെ നിന്നിട്ട് അങ്ങനെ 20 റക്അത്താണ്ട് പൂർത്തിയാക്കലാണ്.
അതിന് പകരം നിങ്ങളുടെ കുടുംബക്കാരെ കൂട്, അയൽവാസികളെയും കൂട്ടിക്കോ. എന്നിട്ട് ഏറ്റവും സുന്ദരമായി നിങ്ങളുടേതായ ഒരു ലോകം നിങ്ങൾ തീർക്കുക. അങ്ങനെ കുടുംബത്തെ ചടുലമായ രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ പറ്റണം. ഇനി നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണ്, ഏതെങ്കിലുമൊക്കെ രോഗം തുടങ്ങിയിട്ടുള്ള ആളുണ്ടെന്ന്, ആ സമയത്ത് നിങ്ങൾ എന്താക്കണം? നിങ്ങൾ ജിപ്മറുമായി ബന്ധപ്പെടണം. ഉദാഹരണത്തിന് ഓപ്പറേഷൻ നടത്താൻ പൈസയില്ല എങ്കിൽ, നിങ്ങൾക്ക് ഓപ്പറേഷൻ നടത്താൻ 20 ലക്ഷം രൂപ വരുമെന്ന് തോന്നുകയാണെങ്കിൽ അതിൻ്റെ റാപ്പോ നിങ്ങൾ ഉണ്ടാക്കണം. ഈ 20 ലക്ഷം രൂപയുടെ ഓപ്പറേഷൻ ഫ്രീ ആയിട്ട് നടപ്പിലാക്കി കൊടുക്കുന്ന ഹോസ്പിറ്റൽസ് ഉണ്ട് ഇന്ത്യയിൽ. അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഏതാണ് നിങ്ങൾ കാണണം. അല്ലാതെ ഒരാളുടെ കിഡ്നി മാറ്റി വെക്കാനുണ്ട്, അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടി 60 ലക്ഷം റുപ്യ സ്വരൂപിക്കുക എന്ന് പറഞ്ഞാലുള്ള സ്വരൂപിക്കാനല്ല പ്രധാനം, ഈ വഴി തേടി പോകലാണ്. ഞാനൊരു വഴികൾ പറഞ്ഞു തരുന്നു മാത്രം. രോഗികളായ ആളുകളെ അതിൻ്റെ നിർണിതമായ സ്ഥലത്തെത്തിക്കുക എന്നാണ്. ഇപ്പം കിഡ്നി മാറ്റി വെക്കാൻ സാധാരണ നമ്മൾ വിശ്വസിച്ചത് ഏകദേശം ഒരു 30 ലക്ഷം റുപ്യ എന്നുള്ളതാണ്. മാറ്റിവെക്കണം, അതൊക്കെ അള്ളാഹു അങ്ങനത്തെ ഒന്നും നമുക്ക് തരാതിരിക്കട്ടെ, പക്ഷേ കുടുംബത്തിൽ വരാമല്ലോ. പക്ഷേ ഞാൻ ഹോസ്പിറ്റലിൻ്റെ പേര് പറയാമെന്ന് വിചാരിക്കണ്ട. ഇപ്പോൾ ഇക്ര ഹോസ്പിറ്റൽ ഉദാഹരണത്തിന് കോഴിക്കോട്, നമ്മളതിൻ്റെ ആരുമല്ല. എനിക്കിഷ്ടപ്പെട്ട ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിനെ മാക്സിമം ലെവലിലാക്കിയിട്ട് 3.25 ലക്ഷം റുപ്യക്ക് ഒരു കിഡ്നി മാറ്റി കൊടുത്ത്. ഈ 30 ലക്ഷം 3.25 തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? അങ്ങനത്തെ ഹോസ്പിറ്റലുകൾ ഉണ്ടാകാം. ഇക്രയിനെ നിങ്ങൾ മറന്നേക്ക്, അത് നമ്മൾ കണ്ടെത്തണം. അല്ലാതെ തോന്നിയ മാതിരി എവിടെയെങ്കിലും ഒന്നും ഫണ്ട് കൊണ്ടുപോയി കൊടുക്കലല്ല. എല്ലാ ഹോസ്പിറ്റൽസും നല്ലത് തന്നെ, ഞാൻ ആരെയും വിമർശിക്കല്ല. അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറഞ്ഞ രീതി എവിടെയെന്ന് നമ്മൾ കണ്ടെത്തും. അതിന് യുവാക്കളുടെ ഒരു ബെൽറ്റ് ഉണ്ടാകണം. പിന്നെ ദുബായ് പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ലാംഗ്വേജ് ഉണ്ടാകണം. ഒറ്റ മാസം കൊണ്ട് AI ഉപയോഗിച്ചുകൊണ്ട്, ട്രെയിനറല്ല, AI ഉപയോഗിച്ചുകൊണ്ട് ലാംഗ്വേജ് പഠിക്കാനുള്ള പെഡഗോഗിയുണ്ട്. AI മാത്രം മതി. നിങ്ങൾ ആ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് ഓൺലൈനിൽ അറ്റൻഡ് ചെയ്താൽ മതി. ഒറ്റ മാസം കൊണ്ട് ഫാന്റാസ്റ്റിക് ആയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കാം. അപ്പോൾ AI ഉപയോഗിച്ചുകൊണ്ട് AI നിങ്ങളെ പഠിപ്പിക്കും. AI നിങ്ങളെ പഠിപ്പിക്കാൻ ഒരു വൃത്തിയുള്ളൊരു പഠിപ്പിക്കലായിരിക്കും. ഉദാഹരണത്തിന് ഐ ആം കമ്മിങ് ഫ്രം എന്നത് AI നിങ്ങളെ പഠിപ്പിക്കില്ല. സ്കൂളിലെ ടീച്ചേഴ്സ് ചിലപ്പോൾ അറിയാതെ പഠിപ്പിക്കുക ഐ ആം കമ്മിങ് ഫ്രം എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ പലയിടത്തും ഇൻ്റർവ്യൂവിൽ പൊട്ടും. കാരണം അവർ ചോദിക്കും, വൈ യു ആർ യൂസിങ് ING ഹിയർ ബിക്കോസ് യു ആർ സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. നീ ഇപ്പം എൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ ING ഫോം എന്തിനാ ഉപയോഗിച്ചത്? കമ്മിങ് ഫ്രം എന്ന് പറയാനേ പാടില്ല. ഇപ്പോഴും ചിലപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തെ സ്കൂളിലൊക്കെ ഐ ആം കമ്മിങ് ഫ്രം എന്ന് പറയുന്നുണ്ടാകും. ഇറ്റ് ഈസ് റോങ് എന്ന് ആധുനിക കാലത്തെ ഇംഗ്ലീഷുകാർ പറയുന്നു. അപ്പം ആ കം ഫ്രം എന്നേ പറയാവൂ, കം ഫ്രം എന്നേ പറയാവൂ, കമ്മിങ് ഫ്രം ഇല്ല. മൈ നെയിം ഈസ് എന്ന് പറഞ്ഞാൽ തന്നെ ചിലയിടത്തൊക്കെ പൊട്ടും. ഐ ആം സുലൈമാൻ ഫ്രം ഇന്ത്യ എന്ന് പറയുമ്പോഴേ വിജയിക്കും. അങ്ങനത്തെ ഇൻ്റർവ്യൂസും ഉണ്ട്. അപ്പോൾ ഫാന്റാസ്റ്റിക് ആയിട്ട് ലാംഗ്വേജ് പഠിക്കട്ടെ നമ്മളെ കുട്ടികൾ. അങ്ങനെ അറബിയിൽ പഠിക്കട്ടെ നമ്മുടെ കുട്ടികൾ. ജഅലല്ലാഹു സുബ്ഹാനഹു വ തആല അൻ-നജാഹ് വൽ ഫലാഹ് ലികുല്ലിഹിം ഫിദ്ദീൻ എന്ന് ലോകത്തോട് അവർ വിളിച്ചു പറയട്ടെ. ये दुनिया और आखिरत की कामयाबी अल्लाह सुब्हानहु व तआला ये दिन में रखी है, सिर्फ ये दिन में रखी है എന്ന് ഉറുദുവിൽ അവർ സംസാരിക്കട്ടെ. Almighty Allah subhanahu wa ta'ala puts all the success in this world, Allah so hereafter only in the perfect deen എന്ന് ഇംഗ്ലീഷിൽ അവർ പ്രസംഗിക്കട്ടെ. അതിമനോഹരമായി നമ്മുടെ കുട്ടികൾ വളർന്നു വരട്ടെ. അതിനൊക്കെ ചാൻസസ് ഒരുക്കി കൊടുക്കണം. നമ്മൾ ചാൻസസ് ഒരുക്കി കൊടുക്കണം. അങ്ങനെ ചാൻസിലൂടെ ഒരുക്കി കൊടുത്ത് അവർ ഉയർന്നു പോകുമ്പോൾ പിന്നെ എന്ത് MD-MA, നമ്മളെ വീട്ടിൽ 4 പുസ്തകങ്ങൾ കൊണ്ടുവന്നത് വായിക്കുമ്പോൾ പിന്നെ എന്ത് LSD. നമ്മുടെ കുട്ടികളെ പോസിറ്റീവായിട്ട് വളർത്ത്. അതിനാണ് ഇന്നത്തെ ഈ കുടുംബം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്.